വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറി. ഗൃഹനാഥനല്ല, ഗൃഹനാഥന്റെ ഭാര്യ വലിഞ്ഞു കയറി വന്നവരെന്ന രീതിയിൽ നമ്മളോട് ആ സമയത്ത് വളരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയുണ്ടായി. യൂട്യൂബ് ഒരു ആജീവനാന്ത വരുമാന മാർഗമായിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ എന്നും ഓർമ്മിച്ച് വെക്കുന്ന ഒരു അപ്രിസിയേഷൻ ഏതെങ്കിലും സെലിബ്രിറ്റിയിൽ നിന്നോ മറ്റോ ഒരു എപ്പിസോഡും ചെയ്യാനില്ലായിരുന്നപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരു കാട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു എപ്പിസോഡായിരുന്നത്. അതിന് കണ്ടിന്യൂറ്റി ഇല്ലയെന്ന് ചോദിച്ചു കുറേ പേര് ചോദിച്ചു. അപ്പോൾ ആകെപ്പാടെ കുഴങ്ങിന്ന് പറഞ്ഞാൽ മതി. സബ്ജക്റ്റുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വലിയ പ്രയാസമാണ് അല്ലേ. ഉറക്കം വന്നിട്ടല്ല, ഞാൻ നേരെ ഇരിക്കട്ടെ. ഫിനാൻഷ്യലി എന്താ പറയുക, ഭയങ്കര സേവിങ്സ് ഒന്നുമില്ല. ഒരു ശരാശരി പോകുന്ന ആളുകളാണ് നമ്മൾ, എന്താ പറയുക അല്ലേ. ഉള്ളല്ലേ നിന്റെ അടുത്ത് ഇരിപ്പുണ്ട്. എനിക്ക് സംശയമുണ്ട് നിന്റെ നല്ല ചോദ്യം. അടുത്ത ചോദ്യം. നമ്മുടെ ചാനൽ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് നമുക്ക് സന്തോഷമുണ്ട്. നമുക്ക് മാത്രമല്ലല്ലോ. ഹായ് ഹായ്, കമോൺ എവരിബഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വയസ്സായി. കമോൺ എവരിബഡിക്ക് ഒരു വയസ്സായി അല്ലേ. വയസ്സായി. കഴിഞ്ഞ മെയ് 8-ാം തീയതിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമോൺ എവരിബഡി എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങുന്നത്. അപ്പൊ 8-ാം തീയതി ആയി, ഏകദേശമായി. പിന്നെ അന്നത്തെ ഇന്നത്തെ നല്ലൊരു സാമ്യം എന്താന്ന് വെച്ചാൽ അന്നും ലോക്ക്ഡൌൺ, ഇപ്പൊ ലോക്ക്ഡൌൺ ആവുന്നു. അതെ, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ടാബില്. നമ്മൾ ഒരു വയസ്സാവുന്നുണ്ട്, അപ്പൊ നമ്മളോട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പം കുറെ പേര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനുണ്ടെന്ന് തോന്നുന്ന കുറച്ച് സംഭവങ്ങൾ, ക്വസ്റ്റ്യൻസ് നമ്മൾ തെരഞ്ഞെടുത്തോട്ടോ വായിക്കുന്നത്. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. നമ്മൾ നേരെ കമ്മ്യൂണിറ്റി ടാബ് നോക്കിയിട്ട് തന്നെയാണ് നേരെ വായിച്ച് ഉത്തരം പറഞ്ഞു പോകണം കേട്ടോ. എനിക്ക് എന്ത് ഉത്തരം പറയണം എന്നൊക്കെ ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ലേ. എല്ലാവരുടെയും ഇതിന് ആൻസർ ഒന്നുമില്ല, പിണങ്ങൊന്നും ചെയ്യരുത്. പറ്റുന്നത്രയും നമ്മൾ ആൻസർ ചെയ്യുന്നതാണ്. യെസ്. അപ്പൊ ഈ എപ്പിസോഡിന് എത്ര നീളമുണ്ടെന്ന് അറിയില്ല, അത്രയും നിങ്ങൾ കാണണം. അപ്പൊ നമ്മള് തുടങ്ങാനുണ്ടോ നേരെ. അപ്പൊ അതിനു മുമ്പായിട്ട് എല്ലാവർക്കും താങ്ക് യു. ഏകദേശം ഒരു വർഷം കൊണ്ട് നമുക്ക് 2,37,038 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഒരു വർഷം കൊണ്ട് ഇത്രയൊക്കെ വളർന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളർന്നു എന്ന് പറഞ്ഞാൽ 2,00,000 മേലെ സബ്സ്ക്രൈബേഴ്സ്. ഇത് തുടങ്ങുമ്പോൾ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ട് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആക്കണം എന്നുള്ളത്. അതിപ്പോ 2,38,000 നിൽക്കുന്നു. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പ്രത്യേകിച്ച് അത്യാഗ്രഹങ്ങളൊന്നുമില്ല. ഇതിന്റെ വലിയ കാര്യം എന്ന് വിചാരിച്ചാണ് നമ്മളിരിക്കുന്നത്. എന്തായാലും കുറച്ച് നല്ല എപ്പിസോഡുകൾ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ നമുക്ക് സംസാരിക്കാം. അപ്പോ എന്തായാലും നമുക്ക് ക്യൂയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം കിടക്കുന്ന എക്സ് ആർമി മല്ലു വ്ളോഗ്സിന്റെ ചോദ്യമാണേ. എനിക്കുണ്ടേ ഒരു ചോദ്യം. യൂട്യൂബ് വ്ളോഗേഴ്സിൽ ഏത് വ്ളോഗറിനോടാണ് കപ്പിൾസ് ആൻഡ് സോളോ ട്രാവലർ അസൂയ തോന്നിയത്? എനിക്ക് നിങ്ങളോട് ചെറിയൊരു അസൂയുണ്ട് കിട്ടും. ഞങ്ങള് ഒരു ട്രാവലിംഗ് വ്ളോഗൊന്നും നമ്മൾ ചെയ്യാറില്ല. പിന്നെ അസൂയ തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, കപ്പിൾ വ്ളോഗേഴ്സ് കൊണ്ട് അങ്ങനെ അസൂയൊന്നും നമ്മൾ തോന്നിയിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്താ പറയാ, ഭയങ്കര ഇട്ടപാടെ മില്യൺ വ്യൂസ് ഒക്കെ അടിക്കുന്ന ചില ചാനലുകളോട് എന്തൊരു വ്യൂസാണ് ഇങ്ങനെ നേരിട്ട് പറയാറുണ്ട്. ഫിറോസിക്കാനൊക്കെ വിളിച്ച് അപ്പൊ തന്നെ അയ്യോ നിങ്ങൾ ഇട്ടപാട് മില്യൺ അടിക്കുവാണെന്നൊക്കെ പറയാറുണ്ട്. അല്ല, അതൊക്കെ സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ കയറുന്നതിന് നമുക്ക് അസൂയാന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താ പറയാ, ഒരു അത്ഭുതം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ ചില വീഡിയോസ് ഇടുമ്പോ അതിങ്ങനെ ചില വീഡിയോസ് പെട്ടെന്ന് കയറുമല്ലോ. അപ്പൊ അതിങ്ങനെ കാണുമ്പോ നമ്മള് അത്രയും കയറി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം പെട്ടെന്ന് മിനിറ്റുകൾ കൊണ്ട് മില്യൺ അടിക്കുന്ന വീഡിയോസ് കാണുമ്പോ ഒരു അത്ഭുതമില്ല. കേരളത്തിലെ മഹാരഥന്മാരായ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷർഫ്രാസ് മീഡിയ, ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങളെ രണ്ടാളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തമാശയ്ക്ക് പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമകളാണെന്ന് പല വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ചെയ്തില്ലേ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ വീഡിയോ അതാണ്. ഈ വ്ളോഗിന്റെ ഇടയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വേദനിപ്പിക്കാൻ മനഃപൂർവ്വം ആർക്കും ഇഷ്ടമില്ലല്ലോ. എന്നാലും
വേദനിപ്പിക്കിട്ട് വന്നിട്ടുണ്ടാവും, അറിയാൻ പാടില്ല. പിന്നെ എന്താ പറയാ, ഈ വ്ളോഗിന്റെ ഇടയ്ക്ക് വ്ളോഗിന്റെ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരുപാട് ഇഷ്ടമായ വീഡിയോ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്തതിൽ? നമുക്ക് എനിക്ക് കുറെ വീഡിയോസ് ഇഷ്ടം, കുറെ വീഡിയോസ് ഇഷ്ടമാണ്. അതായത് എനിക്ക് എന്താ അറിയോ, ചില വീഡിയോസ് നമ്മൾ ഇട്ട് കഴിയുമ്പം നമുക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ നമ്മൾ കണ്ടെങ്കിൽ കുറെ പ്രാവശ്യം അത് ഒന്നിച്ചൊന്നിച്ച് കണ്ടോണ്ടിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും. അതാണ് ആക്ച്വലി സംഭവം. ചില എപ്പിസോഡുകൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പേഴ്സണൽ ഇഷ്ടം നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്, കാണാൻ അങ്ങനെ തോന്നാറില്ല. നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിലോട്ട് എത്താത്തത് കൊണ്ടായിരിക്കും ചിലപ്പം അങ്ങനെ കാണാൻ തോന്നാറില്ല. പക്ഷെ ചില എപ്പിസോഡുകൾ ചില സമയത്തൊക്കെ റിപ്പീറ്റ് അടിച്ച് കാണാറുണ്ട്. അങ്ങനെയുള്ള കുറെ എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുള്ള മറ്റേ കൊറ്റിയിലത്തെ പറ്റി ചെയ്തിട്ടുള്ള എപ്പിസോഡ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട്. പിന്നെ അബ്ദുഖന്റെ എപ്പിസോഡ് എപ്പോഴും മനസ്സ് കറഞ്ഞിരുന്ന് കാണുന്ന ഒരു എപ്പിസോഡാണ്. എപ്പോൾ കണ്ടാലും നമ്മൾ കുറച്ചു നേരം സ്വന്തം കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന എപ്പിസോഡാണ്. പിന്നെ നമ്മൾ രണ്ടും തകർത്തഭിനയിച്ച നോൺ ലിറിക്കൽ ആൽബം, ആ ഒരു ആൽബം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ചോട് പിടിച്ച് കുറെ വെബ് സീരീസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, ഒന്നും നടന്നില്ല. എന്തായാലും ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വേണ്ട ഒന്നും പറയുന്നില്ല, പറഞ്ഞൊന്നും ഇതുവരെ നടന്നിട്ടില്ല, ഒന്നും പറയുന്നില്ല. പിന്നെ ഈ വ്ളോഗിന്റെ ഇടയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതില് ഒന്ന് ചില സമയം നമുക്ക് ഭയങ്കര നിരാശയായിരിക്കും, ചില സമയം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളിങ്ങനെ വിളിക്കുന്ന പോലെ എല്ലാം ഓക്കെ ആവുന്നു, എല്ലാം റെഡി ആവുന്നു, ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റ് ആവും ചില സമയത്ത്. പിന്നെ വേറൊരു സമയമുണ്ട്, നമ്മൾ എന്തൊക്കെ തലകത്തി വന്ന് കളിച്ചാലും ഒന്നും ശരിയാവാതെ നേരത്താണെന്നൊക്കെ തോന്നിയിട്ടുണ്ട് ചില സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ സമയങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പിന്നെ അതിനെപ്പറ്റി പറയാം കേട്ടോ, അതിനെപ്പറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്, അതിന് ഉത്തരം പറയുന്നതായിരിക്കും. പിന്നെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം 24 ന്യൂസ് ചാനലിന്റെ ബെസ്റ്റ് കപ്പിൾ ബ്ലോഗേഴ്സിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അത് നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു, ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. പിന്നെ നമ്മള് വയനാട്ടിൽ നിന്ന് കുറച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങി, വയനാട്ടിൽ തന്നെയാണെങ്കിലും ഇടയ്ക്ക് ചിലയിടങ്ങളിൽ വെച്ചൊക്കെ ആൾക്കാർ കണ്ട് നമ്മളെ തിരിച്ചറിയുകയും നിങ്ങളുടെ വ്ളോഗ്സ് ഒക്കെ നല്ലതാണെന്നൊക്കെ വന്ന് നേരിട്ട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണുമ്പോൾ ചെറിയ സന്തോഷം അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞേ. പിന്നെ വിപിൻ മത്തായി സെയിം നമ്മൾ ഉത്തരം പറഞ്ഞാണ് കേട്ടോ. ഇതുവരെ ചെയ്തതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും സംതൃപ്തി തന്നതുമായ വീഡിയോ ഏതാണ്? ഈ വിപിൻ ബ്രോയെ കുറിച്ച് ഒന്ന് പറയാനുണ്ട്. വയനാട് സ്വദേശിയാണ്, ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ തുടക്കം മുതൽ നമുക്ക് എല്ലാവിധ സപ്പോർട്ടുകളും മെസ്സേജിലൂടെയും മോട്ടിവേഷനിലൂടെയും എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എബിൻ ചേട്ടനായിട്ട് കണക്ട് ചെയ്ത് തന്ന ആളാണ് കേട്ടോ. അപ്പം വിപിൻ ബ്രോയ്ക്ക് ഹായ്. യാത്രികൻ ഇനിയും വീടുകളെ കുറിച്ചുള്ള വീഡിയോസ് ഇടുമല്ലോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പം ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറെ അടിപൊളി വീടുകൾ കണ്ടുവച്ചിട്ടുണ്ട്. കൊറോണ ആയതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ്, എന്തായാലും എത്തിപ്പെടും അല്ലേ? പിന്നെ ലിസ്മി ലാലി, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം ഏതാണ്? എല്ലാം കഴിക്കാതെ എന്തും കഴിക്കും. എനിക്ക് നോണൊക്കെ ഇഷ്ടമാണ്, ബീഫ്, പോർക്ക്, ലിവർ. പിന്നെ വെജായിട്ടാണെങ്കിൽ പയറ്, ക്യാബേജ് പോലത്തെ. എനിക്ക് നല്ല അച്ചാർ, എന്ത് അച്ചാർ കിട്ടിയാലും ഞാൻ തിന്നും. പക്ഷെ എനിക്ക് അത്ര അച്ചാർ മാത്രം പോരാ. നിങ്ങൾക്ക് ജോർജ് കുട്ടി, നിങ്ങൾക്ക് കിട്ടിയ എന്നും ഓർമ്മിച്ചു വെക്കുന്ന ഒരു അപ്രിസിയേഷൻ ഏതെങ്കിലും സെലിബ്രിറ്റിയിൽ നിന്നോ മറ്റോ? അപ്രിസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്, അവാർഡ് കിട്ടിയ കാര്യം നേരത്തെ പറഞ്ഞില്ല, അതൊരു വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ നമ്മൾ ചിലയിടത്ത് വ്ളോഗ് ചെയ്യാൻ പോകുമ്പം നമ്മൾ കുറച്ച് അറിയുന്ന ആളാണെങ്കിൽ നമ്മളെയും അറിയാം എന്ന് നിങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ നമ്മള് വ്ളോഗ് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴുള്ള ചില സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറുത്. അതിനെടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല അല്ലേ? ഇല്ല. കിഡ്സ് ട്രയൽസ് എന്ന് പറഞ്ഞൊരു ചാനൽ വെച്ചിട്ടുണ്ട്, ചാനലാന്ന് തോന്നുന്നു. നിങ്ങളുടെ വീഡിയോസ് എടുക്കുമ്പോൾ ഉണ്ടായ ബ്ലൂപ്പേഴ്സ് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ട്. ബ്ലൂപ്പേഴ്സ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത്. കുറച്ചുപേരെ കണ്ടോളൂ എന്ന് എനിക്ക് മനസ്സിലായിട്ട് 100 കണ്ടോളൂ. ബ്ലൂപ്പേഴ്സ് ഉണ്ട് കേട്ടോ, ഒരു നമ്മുടെ നോൺ ലിറിക്കൽ ആൽബത്തിന്റെ ഒക്കെ ബ്ലൂപ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എൽസ ബിജു, കമോൺ എവരിബഡി എന്ന ചാനൽ തുടങ്ങിയ ശേഷം ഒത്തിരി സന്തോഷം തന്ന ഒരു അനുഭവം, ഒത്തിരി മനസ്സിനെ വിഷമിപ്പിച്ച ഒരു അനുഭവം, ഒപ്പം ഒരു അമളി പറ്റിയ അനുഭവം എന്ന് പറയാമോ? അങ്ങനെ ചോദിച്ചാൽ ഒത്തിരി ഉണ്ടെന്ന്. സന്തോഷം തന്ന അനുഭവം അവാർഡ് കിട്ടിയത് തന്നെയാണ്, അതിലൊരുപാട് സന്തോഷം. അവാർഡ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ചാനലിന്റെ ചെറിയ വളർച്ച പോലും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പം 1.5 ലക്ഷം നിൽക്കുമ്പോൾ 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി നിൽക്കുമ്പോൾ കുറെ കാലത്തേക്ക് ഭയങ്കര
മന്ദഗതിയിലായിരിക്കും എല്ലാം മൂവ് ചെയ്യുക. അന്നേരം ആയിരിക്കും ബ്രേക്കിംഗ് ആയിട്ടുള്ള വീഡിയോ കിട്ടുക. അന്നേരം ഷൂക്ക് എന്ന് പറഞ്ഞാൽ 2 ലക്ഷം. ചില വീഡിയോസ് ഹിറ്റ് ആവുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില വീഡിയോസ് പെട്ടെന്ന് ഹിറ്റ് ആവുമ്പം അങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ചലഞ്ചസും സന്തോഷങ്ങളും ഒക്കെ തരുന്ന ഒന്നാണ്. നല്ല രസമാട്ടോ അത് ചെയ്യാൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളതുകൊണ്ട്. അതെ, ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ. പിന്നെ മനസ്സിനെ വിഷമിപ്പിച്ച ഒരു അനുഭവം എന്ന് പറയുമ്പം ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പം എന്താ പറയാ, താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും. ഞാൻ ഒരാ വ്യക്തിയുടെ പേര് മാത്രമായിട്ട് എടുത്ത് പറയുന്നില്ല, താല്പര്യമില്ലാത്ത ആളുകൾ വിഷമിപ്പിച്ച ഒരു സങ്കടമുണ്ട്. അത് ആ ഒരു ദിവസം നമ്മുടെ കൂടെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബറും ഉണ്ടായിരുന്നു. നമ്മള് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. ഒരു സ്പെഷ്യൽ വീടാണ് കേട്ടോ. നമ്മള് പെർമിഷൻ എടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് ചെന്നു. ധാരാളം നമ്പർ അത്രയും അന്വേഷിച്ചു കിട്ടിയില്ല. അത്രയും വിളിച്ചു, ഓഫീസിലടക്കം വിളിച്ചു ചോദിച്ചു. വേറെ ജില്ലയിലാന്നും കൂടെ ആലോചിക്കണം, നമ്മൾ ഇതിനു വേണ്ടി പോയതും കൂടെയാണ്. ചോദിച്ചു കിട്ടിയില്ല. ലാസ്റ്റ് നമ്മള് വീട് നമുക്ക് ഏകദേശം എവിടെയാന്ന് മനസ്സിലായി. അപ്പൊ നമ്മള് വീട്ടിലോട്ട് നേരിട്ട് ചെന്ന് ചോദിക്കാം. ഗൃഹനാഥന്റെ നമ്പർ ഇതുവരെ ആരും തന്നില്ല. അപ്പൊ എന്നാ നേരിട്ട് ചോദിച്ചേക്കാന്ന് വിചാരിച്ച് കയറി ചെന്നപ്പം വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറി. ഗൃഹനാഥനല്ല, ഗൃഹനാഥന്റെ ഭാര്യ. വലിഞ്ഞു കയറി വന്നവരെന്ന രീതിയിൽ നമ്മളോട് ആ സമയത്ത് വളരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അത് നമ്മുടെ കൂടെ വൈശാഖം ഉണ്ടായിരുന്നു. വൈശാഖ് വന്ന സങ്കടത്തിൽ പെട്ടുപോയി. വൈശാഖിനോട് സോറി. അത് നെഗറ്റീവ്. എനിക്ക് ആ ദിവസം വല്ലാതെ നമ്മളെ സ്പോയിൽ ചെയ്ത് കളഞ്ഞൊരു അവസ്ഥയായി. പിന്നെ അന്ന് നമ്മൾ ആ ജില്ലയിൽ നിന്ന് പിന്നെ വേറെ വ്ളോഗൊന്നും എടുക്കാണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. കാര്യമായിട്ടൊന്നും ചെയ്തില്ലല്ലേ? നെഗറ്റീവ്. പിന്നെ അതും ഇതിന്റെ ഒരു ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എല്ലാത്തിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണമല്ലോ. വലിഞ്ഞു കയറി വന്നേക്കാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഫോൺ നമ്പർ കിട്ടാതെ വിളിച്ചു വെക്കാതെ ഒരിടത്തും പോവില്ല. നേരിട്ട് പോയി പെർമിഷൻ എടുക്കാനും നിൽക്കും. ഓരോ ആളുകൾ ഓരോ തരക്കാർ, അത്രേ നിങ്ങൾ കണക്ക് കൂട്ടുന്നുള്ളൂ. അന്ന് മനസ്സിൽ കുറെ ബ്രാഗെങ്കിലും പോട്ടെ നമ്മൾ വെച്ചു. സങ്കടായി. വലിയ നന്മവരൊന്നും അല്ലല്ലോ, നമുക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരില്ല. ഓക്കെ, ശ്രുതീസ് വ്ലോഗ്. എന്റെ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് നിങ്ങൾ ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുന്നത്? അതൊട്ടും പറഞ്ഞാൽ തന്നെ ഇങ്ങനെ അന്വേഷിച്ച് പോകണമെങ്കിൽ അത്യാവശ്യം കാശ് ചെലവ് വരില്ലേ? എനിക്കും ഇങ്ങനെ പോകാൻ വലിയ ഇഷ്ടമാണ്, പക്ഷെ പോകാൻ പറ്റാറില്ലെന്ന് മാത്രം. സോ എനിക്ക് നിങ്ങളോട് അസൂയാണ്. വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. അസൂയൊക്കെയാണ്. സ്ഥലം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇറങ്ങി നടക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇറങ്ങി നടക്കണമെന്നല്ല, വണ്ടി എടുത്ത് പോകേണ്ടി വരും. അങ്ങ് ദൂരെയൊക്കെ പോകേണ്ടി വന്നേക്കും. ചിലപ്പം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വഴിയരികിൽ ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കും. ചിലപ്പം ഇതിൽ മിക്കവാറും അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. കുറെയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. പിന്നെ കുറെ പേരുടെ കോണ്ടാക്റ്റുകൾ കിട്ടി ആ രീതിയിൽ. പിന്നെ ഫേസ്ബുക്ക് ത്രൂ പിന്നെ കുറച്ച് വീഡിയോസ് അതേ രീതിയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ തപ്പിക്കണ്ടുപിടി ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറെ ആളുകൾ ഇങ്ങോട്ടേക്ക് പറയാൻ വേണ്ടി തുടങ്ങി. അപ്പൊ കുറച്ചുകൂടി എളുപ്പമായ കാര്യങ്ങൾ അങ്ങനെ കുറെ ഇതായിട്ടുണ്ട്, ഒരു ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് ഗൂഗിൾ, യൂട്യൂബും ഗൂഗിളൊക്കെ നന്നായിട്ട് സെർച്ച് ചെയ്യണം. പിന്നെ അത്യാവശ്യം കാശ് ചെലവ് വരില്ല. കാശ് ചെലവ് വരാറുണ്ട്. പെട്രോൾ, ഡീസൽ, പിന്നെ താമസം, ഭക്ഷണം എന്നൊക്കെയുള്ള ചെലവുകൾ വരാറുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി മുടക്കുന്നതിനായിരിക്കും നമുക്ക് ചിലപ്പോ ഒന്നും കിട്ടാതെ വരില്ല. ഒന്നും കിട്ടാതെ 15,000 രൂപ മുടക്കിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് 3-4 ദിവസം താമസിച്ചിട്ട് അവിടെ നിന്ന് 3-4 വീഡിയോ എടുത്തിട്ടുണ്ട് വരും. പക്ഷെ നമുക്ക് അതിന് ഒരു മെച്ചവും കിട്ടാറില്ല. അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്താലേ എന്തെങ്കിലും മെച്ചം ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ റിസ്ക് എടുത്തൊക്കെ പോകാറുണ്ട്. സന്തോഷമാണ്. പിന്നെ വലിയ വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ, എത്ര 1000-15,000 ലക്ഷം മുടക്കിയിട്ടൊക്കെ ചെയ്യുന്നവരില്ലേ. അപ്പൊ അതിനുള്ള മെച്ചം ഉള്ളതുകൊണ്ടാണല്ലോ. പിന്നെ ഇത് സിമ്പിളായിട്ട് ചെയ്ത് കിട്ടുന്ന ഒരു സംഭവമല്ല. അങ്ങനെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ചാനൽ സൈഫുദ്ദീൻ സൈഫു ചാനൽ തുടങ്ങിയതാരാണ്? നിങ്ങളിൽ ആർക്കാണ് കൂടുതൽ താല്പര്യം? രണ്ടാളുടെ കല്യാണ സ്റ്റോറി പറഞ്ഞു തരാമോ? നല്ല ജോഡികളാണ് രണ്ടാളും. എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ചാനൽ തുടങ്ങിയത് രണ്ടുപേരും കൂടി കേട്ടോ. രണ്ടുപേർക്കും ഈക്വൽ ഇൻട്രസ്റ്റ് തന്നെയാണ്. അത് തുടങ്ങിയപ്പോഴും അതെ, ഇപ്പോഴും അതെ. കൂടുതൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ അധികം വീഡിയോസ് നടക്കുന്നില്ല. അതുകൊണ്ട് താല്പര്യം കുറവുണ്ടോ? താല്പര്യം കുറഞ്ഞിട്ടില്ല. അത് നല്ല കണ്ടന്റ്സ് ആയിട്ട് വരും എന്തായാലും. നമ്മള് ഈ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതുകൂട്ട് പരിപാടി നിർത്തി. അപ്പൊ നല്ല കണ്ടന്റ് വരുവാണെങ്കിൽ ചെയ്യാന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ വീഡിയോന്റെ ഇന്റർവെൽ ഒന്ന് കൂടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോഴാണോ അതോ അല്ലാതെ കാണുമ്പോഴാണോ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നത്? ഉദ്ദേശിച്ച വ്യൂസ് മാത്രം നോക്കിയാണോ രൂപ നിശ്ചയിക്കുന്നത്? വ്യൂസ് നോക്കിയിട്ടാണ്. ഞങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല. യൂട്യൂബിന് വ്യൂസിനനുസരിച്ചാണ് ഇൻകം. ഇതിനെ പറ്റിയിട്ട് ഈ സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്നതനുസരിച്ച് വലിയ വരുമാനമൊന്നും കൂടാറില്ല. അതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയുന്ന ചാനലുകളുണ്ട് കേട്ടോ. അവരോട് അവരുടെ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിന്റെ നോട്ടിഫിക്കേഷൻ
അവർക്ക് പോകും. വ്യൂസ് അപ്പം അതിനനുസരിച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണെങ്കിൽ അതിനകത്ത് വ്യൂസ് കിട്ടാൻ സാധ്യത കൂടുതലുണ്ടല്ലോ. അങ്ങനെയാണെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല കഴിവുണ്ട്. ഇപ്പൊ പറഞ്ഞത് പാളിപ്പോയേ ഉള്ളൂ. അതുകൊണ്ട് പുതുതായി വരുന്നവർക്ക് കൊണ്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തൂടെ? നന്നായിട്ട് ഇതിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ ചെയ്യാന്ന് പറയും. അതെ, അത്രയൊന്നും എക്സ്പേർട്ട് ആയിട്ടില്ല. നമുക്ക് ജസ്റ്റ് വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ ടെക്നിക്കൽ പരിപാടികൾ കുറച്ചറിയാം. പിന്നെ യൂട്യൂബ് സംബന്ധമായിട്ട് നമുക്ക് ബേസിക് കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാനും വലിയ പിടുത്തമില്ല അല്ലേ? സതീഷ് ഓക്കെ, ഇത് കാര്യമൊക്കെയാണല്ലോ. എന്റെ ചോദ്യം വായിക്കാതെ ഓടിപ്പോയതേ. ഇതുവരെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ല ഏത്? കഴിച്ച ഫുഡ് ഐറ്റംസ് ഏത്? ഇഷ്ടപ്പെട്ട ജില്ല ഏതാണ്? എല്ലാ ജില്ലകളും നല്ലതാണ്. ഒരു സ്പെഷ്യൽ താല്പര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എറണാകുളം, കോട്ടയം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്ത് അല്ല, നമ്മളിപ്പം അധിക സ്ഥലങ്ങളിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തോട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൊറോണയൊക്കെ അല്ലായിരുന്നോ? ചാനൽ തുടങ്ങുമ്പോൾ മുതൽ കൊറോണ ഉണ്ട്. അവരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്ത് കറക്റ്റായിട്ട് സ്റ്റേ ചെയ്യുക, ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്താണ് എല്ലായിടത്തും പോകുന്നത്. അപ്പൊ അധിക സ്ഥലങ്ങളിലോട്ട് എത്തിപ്പെടാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പം എല്ലായിടത്തും എത്തിക്കഴിഞ്ഞ് നല്ല രസമുള്ള കണ്ടന്റ്സ് കിട്ടിക്കഴിയുമ്പം ലാസ്റ്റ് നമുക്കൊരു ജില്ല പ്രഖ്യാപിക്കാം അല്ലേ? ഇപ്പത്തെ രാശി വയനാട് തന്നെയാണ് കേട്ടോ. ഫോർണിയൻ പിയർ, താങ്കളുടെ വീഡിയോസ് എല്ലാം വളരെ വ്യത്യസ്തമാണെന്ന്. പുതിയ പുതിയ വീടുകൾ കാണിക്കുന്നതോടൊപ്പം വയനാടിന്റെ തനതായ ഭക്ഷണ രീതികളും പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾ ചേർത്ത് സ്പെഷ്യൽ അതിന് നമ്മളെല്ലാം കാണിക്കുന്നുണ്ടല്ലോ. കൂടുതൽ ജില്ലകളിലേക്കും വരിക, കൊറോണയ്ക്ക് ശേഷം വരുന്നതായിരിക്കും. എന്തായാലും വരും. ഷമീം ചോലയിൽ മഠത്തിൽ രണ്ടാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളെ രണ്ടാളെയും ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു ഷമീം. ഞങ്ങൾ രണ്ടുപേരും PG MCJ ജേർണലിസം കഴിഞ്ഞവരാണ് അല്ലേ? കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഡോൺ ബോസ്കോ കോളേജിൽ നിന്ന് ജേർണലിസം കഴിഞ്ഞവരാണ് ഞങ്ങൾ. ഓക്കെ, ആ രീതിയില് നമ്മള് ഒരു ജേർണലിസ്റ്റായും ഒരു എന്താ പറയാ പത്രത്തിന്റെയും എല്ലാ വിധത്തിലുള്ള മാധ്യമ സ്ഥാപനങ്ങളും പഠിക്കാനുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു 100% പോലും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. അത് മാക്സിമം ഉപയോഗപ്പെടുത്താനുള്ള ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് അനൗൺസ്മെന്റ്സ് വരുന്നുണ്ട്. ഒരു വർഷം മുമ്പ് ഈ ചാനലിൽ ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നു ഈ ചാനൽ ഇത്രയും സക്സസ് ആകുമെന്ന്. ഒരു ചോദ്യം കൂടെ, കമോൺ എവരിബഡി എന്ന ചാനലിലൂടെ ഭാവിയിൽ കാണിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഡ്രീം പ്രൊജക്ട് ഡെസ്റ്റിനേഷൻ എന്താണ്? അങ്ങനെയൊന്നുമില്ല. നമ്മൾ അന്നന്ന് പോയി കിട്ടുന്ന വല്ലതും അന്നന്ന് എടുക്കാന്നല്ലാതെ ഞങ്ങള് ഭയങ്കര പ്ലാൻഡ് ആയിട്ട് അടുത്ത മാസം ഇന്ന ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ശരിക്കും അത് നടക്കില്ല. ചെയ്യണം എന്ന് വിചാരിച്ച് പാളിപ്പോ നമ്മള് കൊറേ എന്താ പറയാ ഈ വെബ് സീരീസ് ടൈപ്പ് കൊറേ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അത് ചെയ്യണം എന്ന് വിചാരിക്കും, ചെയ്യാൻ പറ്റില്ല അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പിന്നെ ഒരു വർഷം മുമ്പ് ഈ ചാനൽ ആദ്യ വീഡിയോ ഇടുമ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത്ര വിചാരിച്ചില്ല ഇത്ര സക്സസ് ആവുന്നു. ഇല്ല, ഇത്രയൊന്നും വിചാരിച്ചില്ല. 1,00,000 സബ്സ്ക്രൈബേഴ്സും അത്രയും വ്യൂസ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചില്ല. അത് ഞങ്ങൾ ഭയങ്കര ഹൈ ടാർഗറ്റ് വെച്ചതാണ്. ഒരു വർഷം കൊണ്ട് 1,00,000 സബ്സ്ക്രൈബേഴ്സ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സംഭാവന. താങ്ക് യു. സിബു തങ്കച്ചൻ, നിങ്ങളുടെ വെറൈറ്റികളായ വീഡിയോസ് ആണ് നിങ്ങളുടെ സക്സസ്. എത്രയും പെട്ടെന്ന് 1 മില്യൺ അടിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രേ ചെയ്യാം. നിങ്ങളെ പോലെ ഉള്ളവരുടെ വീഡിയോസ് ആണ് നമ്മളെ പ്രവാസികൾക്ക് റിലാക്സേഷൻ. വളരെ താങ്ക് യു. പിന്നെ ശ്വേത ജോസ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയില്ല. അഭിനയിക്കുമോ? ബിജു അഭിനയിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ അഭിനയിക്കും. ഞാൻ അഭിനയിക്കുന്ന സാധ്യത പറയാം. എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. അതെ, അല്ലെങ്കിൽ ഞാൻ ഒരു കൈ നോക്കിയാൽ. തൊട്ട് താഴെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ജോസ്മോൻ എൻഡി, ചിഞ്ചുവിനെ എങ്ങനെ സഹിക്കാൻ പറ്റുന്ന സച്ചിൻ? ചിഞ്ചുവിനെ സഹിക്കേണ്ടി വന്നിട്ടില്ല വരെ. ചിഞ്ചുവിനെ സഹിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. ചിഞ്ചുവിനെ ഞാൻ വിചാരിച്ചു നിങ്ങൾ ചിഞ്ചുവിനെ സഹിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഉത്തമയായ ഭാര്യയാണെന്ന് പറയാൻ വരുമോ? ഓരോന്ന് ഉറപ്പിച്ച് മൂട് കളഞ്ഞു ജോസോനെ. യൂട്യൂബിൽ നിന്നും ഇതുവരെ എത്ര കിട്ടി? രാഹുൽ എസ്, പെട്ടോ അതോ പെട്ടോന്ന് അതോ ഉത്തരം പറയാൻ റെഡിയാണോ? എത്ര കിട്ടി? എത്ര കിട്ടി എന്നുള്ളത് കറക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നില്ല. വരവിനനുസരിച്ച് ചെലവുണ്ട്. എന്തായാലും നമുക്ക് ഇതിനകത്ത് നല്ല മീൻസ് നമുക്ക് പറ്റുന്ന
ഒന്ന് പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്. വരുമാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് അങ്ങനെ അങ്ങ് പോവാ. എത്രയാണെന്ന് കണക്ക് കൂട്ടിയിട്ടില്ല. എത്രയാണെന്ന് കണക്ക് കൂട്ടിയിട്ടില്ല അവരെ. ഓരോ മാസം വേറെ വേറെ ഏറിയും കുറഞ്ഞും വളരെ താന്നും വളരെ കൂടിയും അങ്ങനെയൊക്കെ ഇരിക്കും. ഓരോ മാസവും നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഞങ്ങളുടെ വരുമാനം. അതെ അതെ, കുറഞ്ഞത് ഒരു 50,000 രൂപ വരെ, 50,000 രൂപ കമോണ പരിപാടി എന്നുള്ള ചാനലിൽ കിട്ടാറുണ്ട്. ആ 70 ഏക്കർ ഗാർഡൻ വീഡിയോ പാർട്ട് 2 ചെയ്യാം ബ്രോ. ഇടയ്ക്ക് ഞാൻ ആ വീഡിയോ കാണാറുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടാണ്. അതൊരു ട്രസ്റ്റ് നടത്തുന്ന ഒരു ഗാർഡനാണ്. അതൊരു ഭയങ്കര പ്രശസ്ത ആയിട്ടുള്ള സ്ഥലമാണ്. ഗാർഡൻ നമ്മളെ ഒരു 3-4 മാസം പുറകെ നടന്നിട്ടാണ് ഒരു വീഡിയോക്ക് പെർമിഷൻ കിട്ടിയത്. ഇനിയൊരു വീഡിയോ അവിടെ നിന്ന് എടുക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ പെർമിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ സെക്കൻഡ് പാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു, നടക്കില്ല. വിവേക് വിനു, നിങ്ങളുടെ മാരേജ് ലവ് ആണോ അറേഞ്ച്ഡാണോ ചുരുക്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. ഇത് നമ്മള് ഒരു 3-4 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ചുരുക്കി പറഞ്ഞു, വളരെ ചുരുക്കി 3-4 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ലവ് മാരേജ് ആണ്. ഇപ്പൊ വളരെ ചുരുക്കി പറയുന്നു. എപ്പോഴാണ് നമുക്കിന്ന് ഇരിക്കുകയാണ്. കിഷോറിനെ അറിയാം, എന്റെ സുഹൃത്താണ്, എന്റെ ജൂനിയറായിട്ട് പഠിച്ചാറാണ്. കുറച്ച് മുമ്പ് മെസ്സേജ് അയച്ചോളൂ ഇരിക്കാന്ന്. ടിക്ടോക്ക് നിരോധിച്ച പോലെ യൂട്യൂബ് ബാൻ ചെയ്താൽ എന്തായിരിക്കും അടുത്ത പരിപാടി? വെറൈറ്റി അല്ലേ? BGM ആൻഡ് സോങ്സ് ലേറ്റസ്റ്റ് ഒരു പരിപാടി ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഇത് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നവരല്ല. യൂട്യൂബ് ഒരു ആജീവനാന്ത വരുമാന മാർഗമായിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം ഇതിനും ഒരു എൻഡ് ഉണ്ടാവും. ടിക്ടോക്കിന് ഒരു എൻഡ് ഉണ്ടായിരുന്നു, ഓർക്കുട്ടിന് ഒരു എൻഡ് ഉണ്ടായിരുന്നു, ഫേസ്ബുക്കിന് ഒരു എൻഡ് വരും. എല്ലാം മാറി മറിഞ്ഞിരിക്കുമല്ലോ. വളരെ പെട്ടെന്ന് വന്നു പോകുന്ന മീഡിയകളാണ് ഈ പറയുന്ന നവമാധ്യമങ്ങളൊക്കെ. ഏത് പ്ലാറ്റ്ഫോം എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാം. PUBG പോയ പോലെ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം ആയിട്ട് തന്നെ ഇറങ്ങാൻ ഡിസൈഡ് ചെയ്ത് തന്നെയാണ് 2 ചാനലുകളും തുടങ്ങുന്നത്. അപ്പൊ ഫുൾ ടൈം അതിനകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് തന്നെ ആ ഒരു ഇത് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു. പക്ഷെ ഇത് എന്നൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാനുള്ള എല്ലാ പരിപാടികളും 90%, ഒരു 75% കംപ്ലീറ്റ് ആയതായിരുന്നു. ഞങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഓഫീസൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ സംരംഭം. അതെന്താന്നുള്ള വരുന്ന എപ്പിസോഡുകളിൽ എപ്പോഴെങ്കിലും നമ്മൾ പറയുന്നതായിരിക്കും. അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്റീരിയർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പരിപാടി പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് അണിയറയിൽ കേട്ടോ. ഒരു ബാക്കപ്പ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതെ, നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംരംഭമാണ്. ഓക്കെ, ലുക്കിംഗ് ആൻഡ് ഫുഡിംഗ് വീഡിയോസ് കൂടുതൽ ഉൾപ്പെടുക. ലുക്കിംഗ് വാട്ട് ഈസ് ലുക്കിംഗ്? ഫുഡിംഗ് വീഡിയോസ് കൂടുതൽ ഉൾപ്പെടുക. കുക്കിംഗ് ആൻഡ് ഫുഡിംഗ്. ഓഹോ, എന്ന് ഞങ്ങളുടെ തടി കണ്ടിട്ട് ഇത് തന്നെ പറയാൻ തോന്നിയല്ലോ. എങ്ങനെ മനസ്സ് വരുന്നുപ്പാ. നവീൻ ഫ്രാൻസിസ്, നിങ്ങൾ മലപ്പുറത്തേക്ക് വരുന്നു. കുന്നുകളും മലകളും തോടുകളും ഉള്ള നാട് കരുവാരക്കുണ്ട്. വയനാട്ടിൽ നിന്ന് കുന്നുകളും മലകളും ഉള്ള നാട്ടിലോട്ട് ഇല്ല, മലപ്പുറത്തേക്ക് എന്തായാലും നമ്മൾ വന്നിട്ടുണ്ട്. മലപ്പുറം പൊന്നാനിയെ പറ്റിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. തീർച്ചയായിട്ടും വരുന്നുണ്ട് നവീൻ ഫ്രാൻസിസ്. രണ്ടുപേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്താ? ഇഷ്ടപ്പെട്ട സ്ഥലം വയനാട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാട്ടിലായിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ. പിന്നെ ഒരു ഡ്രീം പ്ലേസ് ഉണ്ട് വിസിറ്റ് ചെയ്യാനുള്ള. മാലിയിൽ പോകണമെന്ന് ഭയങ്കര ഉണ്ടല്ലോ, നല്ല ആഗ്രഹം. അവിടുത്തെ ബീച്ചുകൾ അല്ലേ, വെള്ള മണൽ വിരിച്ച ബീച്ചുകൾ. എന്തായാലും ഒരു ദിവസം നമ്മൾ അവിടെ പോകുന്നു. പിന്നെ വൈശാഖ് മംഗലശ്ശേരി, ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം ഏതാണ് രണ്ടുപേർക്കും? സന്തോഷമുള്ള ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. 10ാം ക്ലാസ് പാസ്സായത് തന്നെ വലിയൊരു സംഭവമായിരുന്നു. ഒരു ഇപ്പോഴും ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ എനിക്ക് തോന്നിയ ആ ഒരു സമയമായിരുന്നു നമുക്ക്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള സമയത്തോട് തന്നെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കൊറോണ ചുറ്റിലും ഇങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നതെന്നല്ല, മീൻസ് നമ്മുടെ മനസ്സിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെയുള്ള ഒരുപാടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻസിഡന്റ് ഇതായിരിക്കണം എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം എന്നൊന്നും കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. വൈശാഖ്, ഇതാട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ വൈശാഖ്. വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നു. ടോണീസ് മീഡിയ ബൈ ടോണി ടി അഗസ്റ്റിൻ. തീർച്ചയായിട്ടും വെറൈറ്റി കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവില് വെറൈറ്റി ആയിട്ടുള്ള ഒന്നും കണ്ടുപിടിച്ച മനസ്സിലുണ്ട്. ഓരോ സ്ഥലങ്ങളൊക്കെ നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ പോകാൻ പറ്റാത്തതുകൊണ്ട് അത്ര വെറൈറ്റി ആയിട്ടുള്ള എപ്പിസോഡ് അല്ലെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-30 ഐറ്റംസ് ഞങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അതെ, ഇതൊക്കെ എപ്പോ ഷൂട്ട് ചെയ്താൽ പറ്റുന്നുള്ളതാണ് അറിയില്ലാത്തത്. നെക്സ്റ്റ് ഷൈൻസ് സദാനന്ദൻ, യൂട്യൂബർ എന്ന ആശയം എങ്ങനെ നിങ്ങളുടെ ഇടയിലേക്ക് വന്നു? നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ
ഒരു വ്ളോഗിങ് യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ള പണ്ട് തൊട്ട് ഒരു 3-4 വർഷം മുമ്പുള്ള നമ്മുടെ ആഗ്രഹമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ അത് വർക്കൗട്ട് ആയത് 2 വർഷം ആയിട്ടേ ഉള്ളൂ, 2 വർഷം ആവുന്നേ ഉള്ളൂ. ഓക്കെ, വിവേക് വിനു, കുറച്ച് പൊളിറ്റിക്സ് ചോദ്യങ്ങളായാലോ? ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചോളൂ. അറിയാമെന്നാണെങ്കിൽ പറയാം. നിലപാട് എന്തായാലും നമുക്ക് അഭിപ്രായം ഉള്ളതാണെങ്കിൽ പറയാം അല്ലേ? അജന അജയ്, ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഹൗസ് ബേബി ടിപ്സ് യു ഫോളോ ടു സ്റ്റേ ഹാപ്പി? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഇപ്പോൾ മുട്ടനടി കഴിഞ്ഞിട്ടായിരിക്കുന്നത്. ടിപ്സ് ടു എന്താ അത് ചോദിച്ചാൽ ടിപ്സ് യു ഫോളോ ടു സ്റ്റേ ഹാപ്പി. നമ്മൾ ഈ വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പ് അടി കഴിഞ്ഞില്ലായിരുന്നു? ഒന്നുമില്ല, ക്യാമറ ഓടാക്കണം, ലൈറ്റ് ശരിയായില്ലെന്ന് പറഞ്ഞ അടി അത് ഫുൾ ടൈം ഹാപ്പി ഒന്നുമില്ല, ഫുൾ ടൈം ഹാപ്പി ഒന്നുമില്ല. ഇടയ്ക്ക് നല്ല അടിയൊക്കെ വെക്കാറുണ്ട് അല്ലേ? ഉള്ളത് പറയുന്നത് എന്താണ്? And also, how you guys maintain a happy married life like this? അതിപ്പോ കല്യാണം കഴിഞ്ഞാൽ സ്വാഭാവികമായി എല്ലാവരും തമ്മിൽ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഞാനായതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാറുണ്ടോ? സ്വാഭാവികമായിട്ട് എല്ലാവരും ഉണ്ടാവില്ല, എപ്പോഴും പിന്നെ അതിനകത്തൊരു കുറ്റസമ്മതം നടത്തട്ടെ. അടി കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കോംപ്രമൈസിന് ചെല്ലില്ല. അതൊരു ചോദ്യം വന്നിട്ടുണ്ട്, അടി അത് വായിക്കും പറയാം കേട്ടോ. കോംപ്രമൈസിന് വരുന്ന ഒരേ ഒരാൾ ഇച്ചാനാണ്, അതുകൊണ്ട് മാത്രം. ഡിസ്ക്രൈബ് യുവർ ഫാമിലി. അറിയാത്തവർക്ക് പറയാം, വീട്ടിൽ ഡാഡി ഉണ്ട്, മമ്മി ഉണ്ട്, അനീത്തി ശ്രേയ ഉണ്ട്, പിന്നെ പിഞ്ചു ഉണ്ട്, പിന്നെ കുഞ്ഞുണ്ണി, ഹന്ന. ഇത്രയും പേരാണ് ഇവിടെ വീട്ടിലുള്ളത് അല്ലേ? പിന്നെ പിഞ്ചുന്റെ വീട്ടിലാണെങ്കിൽ പപ്പ, അമ്മ, 2 ചേച്ചിമാര്, ചേച്ചിമാരെ ഭർത്താക്കന്മാര്, പിള്ളേര്. ഇത്രയും പേരാണ് കേട്ടോ. ഇതാണ് 2 പേരുടെ ഫാമിലി. 1 വർഷമായതിൽ ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് വെറൈറ്റി വീഡിയോസ് പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്ക് മോളെയും വീഡിയോയിൽ ഉൾപ്പെടുത്താമോ? കാലിക്കറ്റ് ജില്ലയിൽ ഇടയ്ക്ക് ഇതുവരെ കാലിക്കറ്റ് വന്ന് കണ്ടിട്ടേ ഇല്ല. കാലിക്കറ്റ് ആയിരുന്നു ഞാൻ കൂടുതൽ കാലം വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. പക്ഷെ അവിടെ അധികം വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ വീഡിയോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാതെ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. അതിനു മുന്നേ വേറൊരു ദിവസം കോഴിക്കോട് വന്നിട്ടാണ് നമ്മൾ പെരുവണ്ണയെ പോയി ഹരീഷ് കണാറിന്റെ വീടും അദ്ദേഹത്തിന്റെ വീടും. പിന്നെ നമ്മുടെ കാറിന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ കോഴിക്കോട് ജില്ലയിലാണ് കൊടുവള്ളി. അവിടുന്ന് എന്താ സ്ഥലത്തിന്റെ പേര് വിട്ടുപോയി, മറന്നുപോയി. കൊടുവള്ളിയും തിരിഞ്ഞുപോയി. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം എന്താണ് ലൈഫിൽ? ബിജു എസ് പുന്നൂറത്ത്. ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നതിന് വലിയ കാര്യം. ഇതിനകത്ത് വലിയ ഡ്രീം ഒന്നുമില്ല, കുറച്ചേരം കൂടെ പോകുന്നതൊക്കെ. അതെ, എന്താ പറയാ, സന്തോഷമായിട്ട് പോവാ. അങ്ങനെയൊന്നുമില്ല. അല്ല, ഇച്ചിരി യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതൊന്നും നടന്നില്ല. ഹണിമൂൺ ട്രിപ്പുകളൊന്നും ഇല്ലായിരുന്നു. അപ്പം അതിനി വ്ളോഗിംഗ് എന്ന് പറഞ്ഞിട്ട് വേണം യാത്രകൾ ചെയ്യാൻ. ഇനി കൊറോണ സമ്മതിക്കുമോ? നിങ്ങളുടെ എല്ലാ വീഡിയോസും ന്യൂസിലാൻഡിൽ ഇരുന്ന് കാണുന്ന പുൽപ്പള്ളിക്കാരനായി എനിക്കൊരു ഹായ് തരുമോ? ജോമൻ ജോയ്. ഹായ് ജോമൻ, താങ്ക് യു. ഹലോ സച്ചിൻ ആൻഡ് പിഞ്ചു, ടിൻസി ബിജു. Hi, hello Sachin and Binju. I love watching your videos. You are always cool and happy. My question is, what is the secret? I wish all the very best for your family and channel. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഇച്ചിരി ഇങ്ങനെ ബഹളമൊക്കെ വെച്ച് ഇങ്ങനെ ഞാൻ ചില സമയം അങ്ങനെയല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഇച്ചായൻ ചില സമയം ഈ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും റോഡിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഏതെങ്കിലും പാട്ടൊക്കെ കേട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പോയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചിട്ട് എന്ത് സാധനം. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഭയങ്കര ഇടയ്ക്ക് ഭയങ്കര സീരിയസ് ആണ്, അനങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തടിയെ എന്നിട്ടല്ലേ ഡാൻസ്. അടിപൊളി വീഡിയോസ് ആണ് നിങ്ങളുടെ, ഓരോന്നും കാണാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഒന്നിനൊന്ന് മെച്ചമാവുന്നുണ്ട്. നിങ്ങൾ വയനാട് വിട്ട് വന്നു തുടങ്ങിയായിരുന്നല്ലേ? പിന്നെയും നമ്മൾ ലോക്കായി. എല്ലാം ശരിയാവും. ഞങ്ങൾ ഗുരുവായൂരാണ്, ഇങ്ങോട്ടും വരണം. ഓൾ ദി ബെസ്റ്റ്. ബിന്ദു രാമകൃഷ്ണൻ എന്തായാലും വരും, തീർച്ചയായിട്ടും വരുന്നുണ്ടോ? നമ്മൾ പുറത്തിറങ്ങി ഗുരുവായൂർ സൈഡിലൂടെ ഞങ്ങൾ വരുന്നുണ്ട്. ഗുരുവായൂർ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ആളുണ്ട്, അനുപേട്ടൻ. കാണാൻ ഗുരുവായൂരിലാണ് അനുപേട്ടൻ വർക്ക് ചെയ്യുന്ന ഓഫീസുള്ളത്. അനുപേട്ടനെ കാണാൻ വേണ്ടി ഞങ്ങൾ ചെല്ലുന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും വരും. ജബു കെ സൈമൺ, സച്ചിൻ ഒരു സിനിമയിൽ അവസരം കിട്ടിയാ പോകുന്നു. ചോദിക്കാനുണ്ടോ? പോകും. ഇവിടെ തള്ളി മറിക്കല്ലേ തന്നെ സിനിമ കയറുന്നു പറഞ്ഞിട്ട്. അതെ. സ്റ്റെപ്സ് ആൻഡ് സ്റ്റെപ്സ് ന്യൂ യൂട്യൂബേഴ്സിന് കൊടുക്കാനുള്ള അഡ്വൈസ്. അഡ്വൈസ് കൊടുക്കാൻ മാത്രം എല്ലാരും യൂണീക്ക് അല്ലേ? യൂട്യൂബിൽ എല്ലാരും യൂണീക്കായിട്ട് വേറെ ടോപ്പിക് വേറെ എന്താ പറയാ, നല്ല കണ്ടന്റുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ. നല്ല കണ്ടന്റുകൾ ചെയ്യാൻ പറ്റിയ നല്ലതായിരിക്കും അല്ലേ? അന്നമ്മച്ചേടത്തി ചാനൽ നിങ്ങൾ 2 പേർ ചേർന്ന് അല്ലേ നടത്തുന്നത്? അപ്പോൾ പേയ്മെന്റ് ഷെയർ ചെയ്യുമോ? തീർച്ചയായിട്ടും ഷെയറിലാണ് നടത്തുന്നത് കേട്ടോ. ദേവി വാര്യർ.
വിവേക് വിൻസൻ, നിങ്ങൾ എന്ന് ലൈവിൽ വരും ചേട്ടാ? ലൈവിൽ വരണം എന്ന് പിഞ്ചു ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയും വേണ്ട എന്ന് പറയും. അതുകൊണ്ടാണ് വരാത്തത് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്താ നല്ലൊരു എപ്പിസോഡ് ചെയ്താൽ പോരെ, നമ്മൾ ലൈവിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട്ട് ഇടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ ലൈവ് പറഞ്ഞപ്പോഴാണ് ഇച്ചാൻ പറഞ്ഞ Q&A ചെയ്യാൻ. ആയിക്കോട്ടെ, എന്തിനും ഓക്കെ പറയുന്ന ഒരു ഭാര്യയാണ് ഞാൻ, ഉത്തമയായ ഭാര്യ. നിങ്ങളുടെ ബാല്യകാല ഫോട്ടോ ഷെയർ ചെയ്യാമോ? എന്താ നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് നോക്കിയേ ഉള്ളൂ. നിങ്ങളുടെ ബാല്യകാല ഫോട്ടോ ഷെയർ ചെയ്യാമോ? ഇച്ചാന്റെ ഒരു ബാല്യകാല ഫോട്ടോ കഴിഞ്ഞ വർഷം മെയ് 21 ഷെയർ ചെയ്തിട്ടുണ്ട്, കാണണം കേട്ടോ. കഴിഞ്ഞ വർഷം നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഇങ്ങനത്തെ ഒരു ബാല്യകാല ഫോട്ടോ തന്നെ തമ്മയിൽ വെച്ചിട്ട് ഓർമ്മയുണ്ട്. കണ്ടോ കേട്ടാ, ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. എന്റെ അങ്ങനെ ചെറുപ്പത്തിലെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, പക്ഷെ എല്ലാം ഏകദേശം നാശമായി, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പ്രസാദമാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്, പ്രസാദം. പിന്നെ വയനാട്ടിൽ എവിടെയാണ് നിങ്ങൾ രണ്ടാളും? ഞാൻ മീനങ്ങാടി, ഞങ്ങൾ നിറവേൽ. സ്വപ്ന സെറിൻ തൊട്ടടുത്താണ് മീനങ്ങാടി. പിന്നെ ഹായ് ജിനു KJ, ഹായ്, വ്ളോഗ് നല്ലതാണ്. എനിക്ക് നിങ്ങളുടെ വ്ളോഗിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം ഉണ്ടാക്കുന്ന ഇക്കയുടേതാണ്. ഞങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗാട്ടോ. ഒരു ചോദ്യം, നിങ്ങളൊരു മിനി വെബ് സീരീസ് തുടങ്ങിയായിരുന്നു, അതെന്തായി? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു വെബ് സീരീസ് ആയിട്ട് തുടങ്ങിയതല്ല, ഒരു എപ്പിസോഡും ചെയ്യാനില്ലായിരുന്നു. അപ്പം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു എപ്പിസോഡായിരുന്നു അത്. അതിന് കണ്ടിന്യൂറ്റി ഇല്ലയെന്ന് ചോദിച്ചു കുറേ പേര് ചോദിച്ചു. അപ്പൊ ആകെപ്പാടെ കുഴങ്ങിന്ന് പറഞ്ഞാൽ മതി. അതിന്റെ ശരിക്കും പറഞ്ഞാൽ തുടർന്ന് എഴുതി കാണിച്ച് വെറുതെ ആയിരുന്നു. അതിന്റെ അപ്പുറത്ത് വേറൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. സത്യമായി പറയണല്ലോ. നമ്മളൊരു വെബ് സീരീസ് ഇട്ടാലും ആളുകൾ അല്ല, ഇനി നല്ല രീതിയിൽ ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ട് അന്ന് ഞങ്ങള് വളരെ വീഡിയോക്ക് വളരെ ദാരിദ്ര്യം അനുഭവിച്ചപ്പോ പെട്ടെന്ന് തോന്നിയ ഒരു ആശയത്തിൽ ചെയ്തതാണ്. ഒരു 2-3 മണിക്കൂർ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ ഒക്കെ ചെയ്തതാണ്, ആരും ഇല്ലായിരുന്നു ഇവിടെ. അപ്പം പിന്നെ അത് ബാക്കി ചെയ്യണമെന്നുണ്ടായിരുന്നു, ആ ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ ഡെവലപ്പ് ആയില്ല. അപ്പത്തേക്കും അതിലുണ്ടായിരുന്ന പോലെ ലുക്കൊക്കെ മാറി, പിന്നെ താടി നീണ്ടു, അതങ്ങ് ഡ്രോപ്പ് ചെയ്തു, മീശ വെട്ടി, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് നമ്മൾ ഒഴിവാക്കിയത്. വലിയ പണിയല്ലേ. പിന്നെ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. മുഹമ്മദ് ഹുസൈൻ, ഡൽഹിയിൽ വരുന്നു ഇപ്പോഴോ? എന്തായാലും നമ്മുടെ ആഗ്രഹമുള്ള സ്ഥലം കേട്ടോ, ഡൽഹി പോകണം അല്ലേ. പിന്നെ ഷമീർ പറമ്പത്ത്, ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം, ഒരു ചീത്ത അനുഭവം പറയാമോ? നല്ല അനുഭവം ചീത്ത അനുഭവം നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ ഓൾറെഡി. ജാട ഇല്ലെങ്കിൽ ഒരു ഹായ് തരാമോ? അജീഷ് വിനോദ്, എനിക്ക് ഭയങ്കര ജാട ഇല്ലാത്തതുകൊണ്ട് ഹായ്. വിനു, ഇപ്പൊ ലോക്ക്ഡൌൺ ആയ സ്ഥിതിക്ക് ഇനി എന്താണ് ഭാവി പോസ്റ്റുകൾ? പാചകം പോലെ ഉള്ള ഐറ്റംസ് പിടിക്കുന്നുണ്ടോന്ന്? ഒത്തിരി ഇല്ല, 1-2 എന്തായാലും ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? പറ്റുന്നൊക്കെ ചെയ്യും. ഇടുക്കി വരുമോന്ന്? ഇടുക്കി എനിക്ക് വളരാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു സ്ഥലമാണ്. എനിക്കധികം അവിടെ അങ്ങനെ പോയിട്ടില്ല. നമ്മൾ അവിടെ കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇടുക്കി എനിക്ക് പോകാൻ ഭയങ്കര താല്പര്യമുള്ള സ്ഥലമാണ്. ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലമാണ് ഇടുക്കി. പക്ഷെ ഞാൻ തൊമ്മൻകുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതെവിടെയാ? എനിക്കറിയില്ല. വെള്ളച്ചാട്ടാ തൊമ്മൻകുത്ത്. ഇടുക്കിയെ പറ്റി 1-2 സിനിമകൾ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഒന്ന് മറ്റേ ഇടുക്കിയോടും മഹേഷിന്റെ പ്രതികാരം കണ്ടപ്പോ എനിക്ക് ആ സ്ഥലത്ത് ഇടുക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നു. ഇടുക്കിക്ക് ഒരു വരവുണ്ട് ആഫ്റ്റർ ദിസ് കൊറോണ. എന്താ അവസ്ഥ നോക്കട്ടെ. അന്നമ്മച്ചേടത്തിയുടെ ചാനൽ നിങ്ങളുടെ ചാനലല്ലേ? അതെ, സതീഷ് ചോദിച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ആദ്യം തുടങ്ങിയ ചാനൽ അന്നമ്മച്ചേടത്തി സ്പെഷ്യലാണ്. അപ്പം അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത്. ഞങ്ങളും ബാബുച്ചേട്ടൻ ഒക്കെ ഞങ്ങളുടെ ചാനലാണ്. ലീല മാധവൻ, കുറെ കണ്ണിക്കട. ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചാനലും വ്ളോഗേഴ്സുമാണ് നിങ്ങൾ. വയനാട് വന്നപ്പോൾ നിങ്ങളെ കാണണമെന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ പുതിയ സബ്ജക്റ്റുകൾ കണ്ടുപിടിക്കുന്നത്? ലോക്ക്ഡൌൺ പീരീഡിൽ എന്താ പരിപാടി? സബ്ജക്റ്റുകൾ കണ്ടുപിടിക്കുക പറഞ്ഞാൽ വലിയ പ്രയാസമാണ് അല്ലേ? ഉറക്കം വന്നിട്ടല്ല, ഞാൻ നേരെ ഇരിക്കട്ടെ. വേണ്ട, ഇനി ഞാൻ വായിക്കാം കേട്ടോ. ഒരാൾ ഇവിടെ കിടന്ന് ഉറക്കം തൂങ്ങാനൊക്കെ തുടങ്ങി. ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചാനലും വ്ളോഗേഴ്സുമാണ് നിങ്ങൾ. വയനാട് വന്നപ്പോൾ നിങ്ങളെ കാണണമെന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ പുതിയ സബ്ജക്റ്റുകൾ കണ്ടുപിടിക്കുന്നത്? ലോക്ക്ഡൌൺ പീരീഡിൽ എന്താ പരിപാടി? സബ്ജക്റ്റുകൾ കണ്ടുപിടിക്കുന്നത് പോലെ ഗൂഗിളിൽ തപ്പും, യൂട്യൂബിൽ തപ്പും, പിന്നെ ഇറങ്ങിപ്പോവും, എങ്ങോട്ടേലൊക്കെ തപ്പി കണ്ടുപിടിച്ച് നടക്കും. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സാധനം ഇല്ലേ, അത് വെച്ച് അതിന്റെ ഒരു
ഇത് വെച്ചിട്ട് കോഡ് വെച്ചിട്ട് യൂട്യൂബിൽ അങ്ങ് സെർച്ച് ചെയ്ത് വിടും. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറേ വീഡിയോസ് കാണാൻ പറ്റും. അതിനകത്തുനിന്ന് അവസാനം വരെ തപ്പി നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. അല്ല, പിന്നെ സാന്ദ്ര തോമസ്, അന്നമ്മച്ചേർത്തിയുടെ ചാനലിന് 1 മില്യൺ അടിച്ചപ്പോൾ ഉണ്ടായ ഫീൽ എന്താണ്? ഹാപ്പി, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതെ, 1 മില്യൺ അടിച്ചൊരു ചാനലിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ? അതെ, ഉണ്ടായിരുന്നു. ഹരികുമാർ KLR, പശുക്കളുടെ വീഡിയോ ചെയ്യാമോ? ഞങ്ങൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നാടൻ പശുക്കളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കോട്ടയത്തുള്ളത്. പിന്നെ മറ്റേ സുഖുവിന്റെ ചെയ്തായിരുന്നു. മരിയ ടോമി, നിങ്ങൾ പഠിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു, എന്താ പഠിപ്പിച്ചുകൊണ്ടിരുന്നേ? ഞാന് MCJ തന്നെ, ഞങ്ങൾ പഠിച്ച കോഴ്സ് PG ജേർണലിസം. അതിനാണ് ഞാൻ പഠിപ്പിച്ചോണ്ട്. ജേർണലിസം അനുബന്ധമായിട്ടുള്ള സബ്ജക്റ്റുകളായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. മീഡിയ കോഴ്സുകളായിരുന്നു പഠിച്ചു തന്നെയായിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത് കേട്ടോ. അഡ്വർടൈസിംഗ് പോലെയുള്ള പരിപാടികളൊക്കെ. അരവിന്ദ് കണ്ണൻ, നിങ്ങളെ കാണാൻ എന്തായാലും ഒരു ദിവസം വരും, അന്ന് നേരിട്ട് ചോദിക്കാം. അയ്യോ, നിങ്ങൾ പഠിച്ച കോളേജ് എവിടാണ്? എനിക്കും ജേർണലിസം PG അവിടെ എടുക്കണമെന്നുണ്ട്. ഈ മെസ്സേജ് നോക്കണേ പ്ലീസ്. ഞങ്ങള് ഇരിട്ടി അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പഠിച്ചത്. അവിടെ അഡ്മിഷനൊക്കെ കിട്ടും കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയറാണ്. നല്ല അറ്റ്മോസ്ഫിയർ, നന്നായിട്ട് പഠിപ്പിക്കും. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ധാരാളമായിട്ട് കിട്ടുന്ന ഒരു കോളേജാണ്. ഫീൽഡ് എക്സ്പീരിയൻസ് അതെ, നന്നായിട്ട് കിട്ടും. നല്ല സ്റ്റുഡിയോ ഉണ്ട്, നല്ല എന്താ പറയുക എക്സ്പീരിയൻസ് ആയിട്ടുള്ള. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ എന്താ അതിന്റെ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. എന്തായാലും അഡ്മിഷൻ കിട്ടും. പിന്നെ PG's വേൾഡ് ഫുഡ് ആൻഡ് ടെക്, ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ്? അബ്ദുഖാന്റെ വീഡിയോ. പിന്നെ നമ്മൾ കൊക്കുകളെ പറ്റി ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കൊറ്റില്ല. പിന്നെ നമ്മളെ ചെയ്തതിൽ നമുക്ക് മീൻസ് വേറെയുള്ള കാര്യങ്ങളെക്കാളും ഒരു റിലേഷൻഷിപ്പ് ബേസിസിലുള്ള വീഡിയോസ് അല്ലേ, ഭയങ്കര ഹൃദ്യമാവുന്ന വീഡിയോസ്, അങ്ങനത്തെ നമുക്ക് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസ്. ഇപ്പം ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അങ്ങനെ കാര്യം. നമ്മള് രാജേന്ദ്രന്റെയും കുമാരി ചേച്ചിയുടെ ഒക്കെ വീഡിയോ ചെയ്ത് അതുവഴിയിട്ട് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആളുകളെ കുറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ വഴി കുറെ ആളുകൾക്ക് നല്ല ബിസിനസ് അല്ലെങ്കിൽ നല്ലൊരു മെച്ചപ്പെട്ട സാഹചര്യം കുറെ കിട്ടിയിട്ടുണ്ട്. അതിന് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. രമ്യ രാജൻ, നിങ്ങൾക്ക് രണ്ടാൾക്കും എത്ര വയസ്സ് ഉള്ളതേ പറയാവോ? 29 വയസ്സ്. 30 വയസ്സിനോട് അടുക്കും. 30 അടുക്കുക കേട്ടോ, ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. വിഷ്ണുക്ക് നായർ 1 lakh തരുമോ? കൊടുക്കണ്ട 1 ലക്ഷം രൂപ കൊടുക്കുന്നൊക്കെ. ജോനാഥ് ആൻഡ് ടോമി, അടിപൊളി വീഡിയോസ് ആണ് ഇടുന്നത്. സെലിബ്രിറ്റിയുടെ വീട് വീഡിയോസിൽ ഉൾപ്പെടുത്താമോ? സെലിബ്രിറ്റീസിന്റെ വീട് ഉൾപ്പെടുത്തണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നമ്മൾ അങ്ങനെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ഇടിച്ചു കയറാൻ പറ്റില്ലല്ലോ. ഇടിച്ചു കയറുന്ന അവര് പെർമിഷൻ തന്നാൽ ഞങ്ങൾ ചെയ്യും. വ്ളോഗേഴ്സ് എന്നൊക്കെ കേൾക്കുമ്പോ വീട് അങ്ങനെ എടുക്കുക, ഒരു പ്രൈവറ്റ് സ്പേസിലോട്ട് അങ്ങനെ സെലിബ്രിറ്റീസ് ഒന്നും അടുപ്പിക്കുന്നുണ്ടാവില്ല. ഞങ്ങളത് ശ്രമിക്കാറുമില്ല, ഒന്നും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളന്ന് ഹരീഷേട്ടന്റെ വീട്ടിൽ പോയപ്പോ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്തപ്പോ ഹരീഷേട്ടൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് കയറി ചോദിച്ചോക്കാന്ന് വിചാരിച്ചു. ഞങ്ങള് ക്യാമറ ഒന്നും എടുക്കാണ്ട് ഞങ്ങള് ഹരീഷേട്ടാന്ന് പറഞ്ഞിട്ട് ചെന്ന് വിളിച്ച് അങ്ങനെ വന്നപ്പോ, നിങ്ങള് വയനാട്ടിലുള്ള വ്ളോഗേഴ്സ് അല്ലേ ഇങ്ങോട്ട് ചോദിച്ചു. നമ്മള് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോയി. അരുൾദാസ് ചോദിക്കുന്നത്, ട്രിവാൻഡ്രം എന്നാ വരുന്നത്? ട്രിവാൻഡ്രം നമ്മൾ അടുത്തൊന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഇനി എപ്പോഴേലൊക്കെ വരുന്നതാണ്. ചേച്ചിയുടെ പ്ലേസ് എവിടെയാണെന്ന് അജിന നൗഫൽ. എന്റെ പ്ലേസ് വയനാട് തന്നെയാണ്, ആലാറ്റിൽ എന്ന് പറഞ്ഞ സ്ഥലം. അരുൺ പ്രഭാകർ, അന്നമ്മ ചേർത്തിയുമായുള്ള പരിചയം എങ്ങനെ? അതൊരു യൂട്യൂബ് ചാനലിൽ എത്തിയത് എങ്ങനെ? ഇത് നമ്മള് ഒരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതെന്തായാലും കാണണേ. അന്നമ്മ ചേർത്തിയെ കണ്ടെത്തിയ കഥ എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് അല്ലേ? എന്നാലും നമ്മൾ പറഞ്ഞേക്കാം, നല്ല കിടിലൊരു മീൻകറി. അപ്പൊ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചട്ടയും മുണ്ടും എടുത്തൊരു ചേട്ടത്തി വാചകവും പാചകവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ചേട്ടത്തിനെ കണ്ടുപിടിച്ച് വീഡിയോ ചെയ്താൽ നന്നാവും, ഒരു ചാനലോടേക്ക് നന്നാവും എന്നുള്ള കണക്കൂട്ടലിലാണ് നമ്മൾ ആ അമ്മച്ചിയിലോട്ട് എത്തിയത് കേട്ടോ. പിന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ, തൊട്ടടുത്ത് നല്ല ഒരു 1/4 കിലോമീറ്റർ ദൂരത്ത് ഉണ്ട് അമ്മച്ചി, അത്രയും ദൂരമുള്ള ഇവിടുന്ന്. മരിയ ടോമി, ഇപ്പൊ യൂട്യൂബ് ചാനൽ നിർത്തിയാൽ എന്തെങ്കിലും ബാക്കപ്പ് പ്ലാൻ ഉണ്ടോ? ബാക്കപ്പ് പ്ലാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്.
അതാണ്. അല്ലാതെ കോടികളുടെ ഇൻവെസ്റ്റും ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസും ഒന്നും നിലവിൽ ഇല്ല. ഉണ്ടോ? ഇല്ല, ഞാനറിയാം. എനിക്കറിയത്തില്ല. എന്റെ ATM കാർഡ് പോലും ഇങ്ങേരുടെ കയ്യിലില്ല. എനിക്കൊന്നുമില്ല. ആൻസി സൈമൺ, ഹായ്, കൺഗ്രാറ്റ്സ്. ആദ്യമൊക്കെ വീഡിയോ ഇടുമ്പോൾ അത്ര കാര്യമായി ശ്രദ്ധിക്കണമെന്ന് തോന്നിയില്ല. ബട്ട് ഗ്രാജുവലി നിങ്ങളുടെ ഐഡന്റിറ്റി കൂടുതൽ ബോൾഡ് ആയിരിക്കുന്നു. പിന്നെ അമ്മച്ചിയുടെ ചാനലിലാണ് സച്ചിനെ കൂടുതൽ കാണുന്നത്. ബട്ട് പിന്നീട് ആ ചാനലിന്റെ എഫേർട്സ് നിങ്ങളുടെ കൂടിയാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇത്രയും നാൾ ചെയ്ത വീഡിയോസ് വെച്ച് നിങ്ങൾ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിച്ചോ? ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്? എനിവേ, ബെസ്റ്റ് വിഷസ്. നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇത്രയും നാൾ ചെയ്ത വീഡിയോസിൽ ഇത്രയൊക്കെ ആയോ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് ഇതിലും ബെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഉമ്മർ പറയുന്നവരെന്ന് പറഞ്ഞേ, ഇത്രയൊക്കെ ആയോ ഡയലോഗ് നിങ്ങൾ അതന്നെ, അതുപോലെ ഉണ്ട്. പിന്നെ ഇത് വെബ് സീരീസ് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണേ. അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന വെബ് സീരീസുകൾ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നല്ല ക്വാളിറ്റി വേണം. ചെയ്യുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ചെയ്യണം. അല്ലെങ്കിൽ കുറച്ചുകൂടെ ആളുകൾ വേണം. ലോക്ക്ഡൌൺ സമയത്ത് എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല. എങ്കിലും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മരിയ ടോമിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സുജിത് ഭക്തനെ കുറിച്ചുള്ള അഭിപ്രായം. സുജിത് ഭക്തനെ കുറിച്ചുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം അല്ലേ? ഒരു തവണ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അത് ഞങ്ങൾ 24 ന്യൂസ് ചാനലിന്റെ അവാർഡ് ഫംഗ്ഷന് പോയപ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്ന അവാർഡ് മേടിക്കാൻ. അപ്പം അന്ന് കണ്ട് പരിചയപ്പെട്ടു. അന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നി. അദ്ദേഹത്തെ പറ്റി മറ്റു അഭിപ്രായം എന്താ, ഡെയിലി വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു കഴിവാണല്ലേ. പിന്നെ കേരളത്തില് വീഡിയോയുമായി ഈ ഒരു ഐഡിയയുമായിട്ട് വന്നുള്ള വ്യക്തി എന്ന ബഹുമാനമുണ്ട്. അതെ 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 അതെ. എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് ഡെയിലി എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നുള്ളത്. ഡെയിലി വ്ളോഗ് എന്നൊരു ആശയം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ചലഞ്ചിങ് സംഭവമാണ്. അതിലെനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ മനു മാത്യുവിന്റെ വകയാണ്. ആശംസകൾ. 1 വയസ്സായ സന്തോഷത്തിൽ ചേട്ടന്റെ നാട്ടിലുള്ള കൂട്ടുകാർക്ക് എവിടെ വെച്ചാണ് പാർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ഏത് മനുവാ? ഇത് നമ്മുടെ വീടിനടുത്തുള്ള മനുവാണ്, എന്റെ കൂട്ടുകാരാണ്. മനോ, നിനക്ക് ഫോൺ വിളിച്ച് ചോദിച്ചാൽ പോറാ, അല്ലെ വാട്സപ്പിൽ മെസ്സേജ് പറയാ, എന്തായാലും ചോദിച്ചു ചോദിക്കാൻ പറയാം. ഇത് കൊറോണയൊക്കെ മാറിയിട്ട് ഇപ്പൊ 4 ആള് കൂടാൻ പാടില്ല, പാർട്ടിയൊക്കെ നിഷിദ്ധമാണ്. അതെ അതെ, സെറ്റാക്കാം. മലയാളം കോമഡി സീൻസ്. അമർ അക്ബറിലെ ഇന്ദ്രയത്താണോ യൂട്യൂബ് ചാനൽ നെയിമിന്റെ ഇൻസ്പിറേഷൻ? തീർച്ചയായും ആ പേര് തന്നെയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. കമോണ പരിപാടി ശരിയല്ല അല്ലേ? ഞാനത് പിന്നെ അത് മറന്നുപോയത്. അങ്ങനെ സംഭവമുണ്ട്. ഡാനിയൽ ഫിലിപ്പോസ്, എനി ഇൻകം അതർ ദാൻ യൂട്യൂബ്? ആർ യു ഫിനാൻഷ്യലി സൗണ്ട്? ഇഫ് യൂട്യൂബ് ഇൻകം സ്റ്റോപ്പ് സഡൻലി then what will you do? Let me hear your ideas. യൂട്യൂബ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇതൊരു ശാശ്വത എന്തായാലും സ്ഥിര വരുമാനമോ ഒന്നുമല്ല. അടുത്ത പ്ലാറ്റ്ഫോം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാം അതിനകത്തോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫിനാൻഷ്യലി എന്താ പറയുക, ഭയങ്കര സേവിങ്സ് ഒന്നുമില്ല. ഒരു ശരാശരി പോകുന്ന ആളുകളാണ് നമ്മൾ, എന്താ പറയുക അല്ലേ. ഷമീല ഷംനാഥ്, നിങ്ങളെ വീഡിയോ കാണിക്കുന്നവർ അവർ വെറുതെ കാണിക്കാൻ വിടുമോ? പൈസ കൊടുക്കണോ അവർക്ക്? ഉദ്ദേശിച്ചത് എല്ലാവരും ഫ്രീ ആയിട്ടാണ് അവരുടെ വീഡിയോ ചെയ്യാൻ സമ്മതിക്കുന്നത് എന്നാണ്. ഫ്രീ ആയിട്ടാണ്, അങ്ങനെയുള്ള ആവശ്യം വന്നിട്ടില്ല. നമ്മള് അവർക്കും പിന്നെ ആരെങ്കിലും ഭയങ്കര മോശം സിറ്റുവേഷനിലൊക്കെ കാണുവാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ തുകകൾ നൽകാറുണ്ട്, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ അവർക്ക് സന്തോഷമാണ്. അവരെ പറ്റിയൊരു അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവര് ആരും അങ്ങനെ അധികം മോശമായിട്ടൊന്നും. ഒത്തിരി വിഷമത അനുഭവിക്കുന്ന കുറെ പേരുടെ വീഡിയോ ചെയ്തിട്ട് അവർക്ക് ഒത്തിരി ഇന്നത്തെ ചെയ്യാൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി കുറെയൊക്കെ മെച്ചം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ഒക്കെ ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു പോസിറ്റീവ് ഇതിനകത്തോടെ കൊണ്ടുവരാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ചാനൽ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായെന്ന് അറിഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ട്. നമുക്ക് മാത്രമല്ലല്ലോ. മുഹമ്മദ് ബേസിൽ, ലവ് മാരേജ് ആണോ? ആയിരുന്നു, ലവ് മാരേജ് ആയിരുന്നു. യൂട്യൂബ് റവന്യൂ ഒരു 19,000 രൂപ അത്രയൊക്കെ ഉള്ളൂ. നമ്മളങ്ങനെ സ്ഥിരമായിട്ട് വലിയ വിപ്ലവകരമായിട്ടുള്ള വീഡിയോസ് ഒന്നും തരില്ലല്ലോ. നിങ്ങളിൽ ആരാണ് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നത്? അതുപോലെ ആരാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? ലീവ് വിത്ത് ലവ്. ദേഷ്യം പിടിക്കുന്നതും അടിക്കുന്നതും മർദ്ദിക്കുന്നതും ഒക്കെ പിഞ്ചാണ്. എന്തോ ഓർമ്മിപ്പിക്കല്ലേ. ഇല്ല, ഇച്ചാന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സഡൻലി ഭയങ്കര ദേഷ്യമായിരിക്കും. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ദേഷ്യം പിടിച്ചിങ്ങനെ. ഈ
നമ്മളെ അയ്യോ നമ്മുടെ പച്ചക്കളറുള്ള മനുഷ്യനുണ്ട് അവഞ്ചേഴ്സില്. പച്ചക്കളറുള്ള മനുഷ്യനോ? ഹൾക്കോ? ഓ ഞാൻ മറന്നുപോയി ഹൾക്കിന്റെ പേര് പോലും. സോറി ഹൾക്ക് പോലെയാ. പെട്ടെന്ന് ഇങ്ങനെ പച്ചക്കളറിലുള്ള വലിയ ഭീമാകാരനായ മനുഷ്യനാവും, പെട്ടെന്ന് തന്നെ തണുക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, സ്ലോലി ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും തണുക്കൂല. പിന്നെ ഇങ്ങനെ കോംപ്രമൈസിന് എപ്പോഴും ഇങ്ങനെ തന്നെ വരണം, അല്ലാതെ നടക്കൂല. ദിവസങ്ങളോളം ഇരിക്കുന്ന മോതെ ഉറപ്പിച്ച്. പക്ഷെ കോംപ്രമൈസിന് ഇങ്ങനെ പെട്ടെന്ന് തന്നെ വരും കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്നു. ജെഫി ഫ്രാൻസിസ്, ലോക്ക്ഡൌണിൽ എന്താ പ്ലാൻ? ലോക്ക്ഡൌണിൽ നമ്മളൊരു ചെറിയ വെബ് സീരീസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല, നടക്കുന്ന പോലെ നടക്കും. ചെറിയ ചെറിയ ചില ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ചെയ്യാൻ പറ്റുമായിരിക്കും. രജിത ശ്രീജിത്ത്, യൂട്യൂബ് ഇൻകം കിട്ടിത്തുടങ്ങിയോ? രജിത കിട്ടിത്തുടങ്ങി. ഒരു 10-11 മാസം ഞങ്ങൾ ചാനൽ തുടങ്ങി പിറ്റേത്തെ മാസം തന്നെ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾക്കുണ്ടായ മറക്കാനാത്ത അനുഭവം പറയുമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബറോട് വരാനുണ്ടായ കാരണം നിങ്ങളിട്ടതിൽ ഏറ്റവും സന്തോഷം തന്ന വീഡിയോ. എത്ര വീഡിയോ വൈറലായി? എന്റെ പൊന്നെ, ഇതൊരു മലപ്പുറം പോലെ ഉണ്ടല്ലോ. കുറെ വീഡിയോസ് വൈറലായിട്ടുണ്ട്. അതെ അതെ. മറക്കാനാവാത്ത അനുഭവം, ഒന്ന് അവാർഡ് കിട്ടിയത്, പിന്നെ ചില സ്ഥലങ്ങളിൽ അപമാനിക്കപ്പെട്ട ചെറിയ സംഭവങ്ങൾ അല്ലേ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞ് തേങ്ങുന്നുണ്ടല്ലോ. ഞാൻ തേങ്ങുന്നൊന്നുമില്ല, അത് മനസ്സിലുണ്ടാവില്ലേ? നിന്റെ മനസ്സിലില്ലേ? അതല്ലാതെ വേറെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമ്മള് എന്റെ ലൈഫില് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടഡ് ആയ സമയം അതാണ് കേട്ടോ. അല്ലേ? എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ അങ്ങനെ തന്നെ നമ്മൾ ഒരു പ്രകോപനമില്ലാതെ സംഭവിച്ച ഒരു സംഭവം ആയതുകൊണ്ടാണ്, ന്യായീകരിക്കാൻ പറ്റാത്തൊരു സംഭവം ആയതുകൊണ്ടാണ്. പിന്നെ വേറൊരാൾ വീടായതുകൊണ്ട് നമുക്കൊരു കച്ചറ ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ കച്ചറ ഉണ്ടാക്കില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ അങ്ങനെയൊന്നുമല്ല, നല്ല വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും ഇഷ്ടമാണ്. ഓരോ ഡിപ്പെൻസ്. എല്ലാ പ്രാവശ്യവും എല്ലാവരും മികച്ച വീഡിയോസ് ചെയ്യുന്ന ആളുകളല്ലല്ലോ. ചില സബ്ജക്റ്റുകൾ ഭയങ്കര രസമായിരിക്കും, ചിലത് ഭയങ്കര മോശമായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും കുറെ പേര് നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നില്ലേ? ഈ അടുത്ത് ഞെട്ടിച്ചൊരു വീഡിയോ ഫിറോസ് മീൻപിടുത്തം നല്ല രസമുണ്ട്. എല്ലാ രതീഷേ ചെയ്യുന്ന ഭയങ്കര രസമാണ്, ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്. അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ, കുറെ പേരുണ്ട്. യൂട്യൂബിലോട്ട് വരാനുണ്ടായ കാരണം എന്താണ്? ഞങ്ങൾ മീഡിയ പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളായതുകൊണ്ട് ഈ വ്ളോഗർ യൂട്യൂബ് ചാനൽ എന്നൊരു ഡ്രീമായിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാലോ, ഞങ്ങളുടെ ഇഷ്ടത്തിന് നമ്മുടെ സന്തോഷത്തിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം ആയതുകൊണ്ടാണ് യൂട്യൂബിലോട്ട് തന്നെ തിരിഞ്ഞത്. എത്ര വീഡിയോ വൈറലായി? 3-4 വീഡിയോ വൈറലായിട്ടുണ്ട്. 3-4 നില കൂടുതലായിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. ടീം ബ്ലോഗർ അതിന് റിപ്ലൈ ആയിട്ട് ഒന്നിനോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടേ. യൂട്യൂബിൽ വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? പുതിയ ചാനൽ തുടങ്ങിയ കുട്ടികൾക്ക് വേണ്ടിയാണ്. ട്രിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഓർഗാനിക് ആയിട്ട് ഉണ്ടാവുന്ന സബ്സ്ക്രൈബേഴ്സും ആളുകളും കാഴ്ചക്കാരുമാണ് നമ്മുടെ ബലം, ഭാവിയിലുള്ള മുതൽക്കൂട്ട്. അല്ലാതെ നമ്മൾ മൗത്ത് പബ്ലിസിറ്റി വഴി അല്ലെങ്കിൽ നമ്മുടെ ചാനൽ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിക്കുന്ന 100 പേരുണ്ടെങ്കിൽ ആ 100 പേര് നമ്മുടെ വീഡിയോ കണ്ടുകൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓർഗാനിക് ആയിട്ട് നമ്മുടെ കണ്ടന്റിൽ താല്പര്യം തോന്നിയ ആളുകൾ വന്നാലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിന് വെറൈറ്റി കണ്ടന്റുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, നല്ല നല്ല വീഡിയോസ് ഇടുക, അത്രേ ഉള്ളൂ. പിന്നെ യൂട്യൂബിൽ അഡ്വർടൈസ് ചെയ്യാൻ തോന്നുന്നു, നമ്മുടെ ചാനലിൽ അഡ്വർടൈസ് ചെയ്ത് വിടാൻ പറ്റും. അങ്ങനെയുള്ള ചില പെയ്ഡ് മെത്തേഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയുള്ള മാർഗം, മറ്റു മാർഗങ്ങളൊന്നും ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. പ്യൂർലി കണ്ടന്റ് ബേസ്ഡാണ് ഹിറ്റാവുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ വീഡിയോകൾ കാണാറുണ്ട്? ഒരു ചോദ്യമാണ്. തഗ്ഗുകൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്ത ആളാണല്ലോ സച്ചിൻ ബിജു ചേർത്തി. നിങ്ങളൊരു വെബ് സീരീസ് ഭയങ്കര തഗ്ഗനാണ്. അതുപോലെ അന്നമ്മച്ചേർത്തി, ഇവർ രണ്ടുപേരും ഭയങ്കര തഗ്ഗ. എപ്പൊ നോക്കിയാലും തഗ്ഗോ തഗ്ഗ്. തഗ്ഗൊന്നുമില്ല, എന്തൊക്കെ ചളി പറയാറുണ്ടെന്നുള്ള, അതിന് തഗ്ഗൊന്നും പറയാൻ പറ്റത്തില്ല. ഇച്ചാൻ ഇങ്ങനെ പറയുന്ന ചില കമന്റ്സ് ഉണ്ടല്ലോ, വീഡിയോനെക്കാളും നമ്മളെവിടെയെങ്കിലും നമുക്ക് പരിചയമുള്ള ആളുകളില്ലേ, പിന്നീട് കണ്ടുമുട്ടുമ്പം അങ്ങനെയുള്ളവര് ആ ഡയലോഗ് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് പറഞ്ഞു. ഇതെടുക്കാൻ പോയപ്പോ പരസ്പരം എന്ന് പറഞ്ഞ എന്താ ചെയിനാണ് ഇതെന്ന് പറഞ്ഞപ്പോ ഇച്ചാൻ അപ്പൊ എടുത്തു നോക്കി പറഞ്ഞു, എന്നാ എനിക്ക് സാന്ത്വനം എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? അത് കുറെ പേരിങ്ങനെ ഇത് പറഞ്ഞു. അതുപോലത്തെ കുറെ ഐറ്റംസ് ഇങ്ങനെ വായന്ന് വരാറുണ്ട്. അന്നമ്മച്ചിരുത്തിയുടെ വായനൊന്നും വരാറുണ്ട്. വേണ്ട, പൊന്തിച്ച് കളയണ്ടായിരുന്നു. അപ്പം ഒരു വെബ് സീരീസ് ഒക്കെ
നമ്മുടെ പ്ലാനിലുണ്ട്. വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമഡിയാണ്, അത് വേറൊരു കാര്യം കേട്ടോ. നമ്മുടെ കൺസെപ്റ്റാ വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ കുറെ കോമഡി വേണം എന്നുള്ളതാണ്. അങ്ങനെയല്ല, ശരിക്കും വെബ് സീരീസ് നമ്മുടെ മലയാളത്തിൽ നല്ല രീതിയിൽ സീരീസ് ആയിട്ടുള്ള സാധനങ്ങൾ വരാത്തുണ്ട്. നമുക്കൊരു ത്രില്ലർ സാധനം ചെയ്യണം. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിവെഞ്ച് സ്റ്റോറി ഒക്കെ ചെയ്യണം, ഒരു ക്രൈം ത്രില്ലറൊക്കെ ചെയ്യണം നമ്മൾ. അത് ജീവിതത്തിലോട്ട് നേരെ തിരിച്ചു വെച്ച ഏടായിരിക്കും. ഷൂട്ടിങ്ങിനിടെ ഒരു കയ്യബദ്ധം പറ്റിയെന്ന് പറയാലോ. അപ്പൊ ഇത്രയും ചോദ്യമാണ് കേട്ടോ. ഏകദേശം 108, 110 ചോദ്യം ഉണ്ടായിരുന്നു. അതിന് എത്ര നമ്മൾ വായിച്ചെന്ന് അറിയത്തില്ല, സെലക്ട് ചെയ്തിട്ടുള്ള ഒട്ടുമിക്കതും വായിച്ചിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പം ഒരു ചെറിയ ക്യൂ ആയിരുന്നു. അപ്പം എന്താ പറയാ, ഭയങ്കര സന്തോഷമുണ്ട്. ഒരു വർഷം തികഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും കുറെ കാലം ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ അല്ലേ? എല്ലാരും പറയുന്ന ആശംസ നമ്മൾ സ്വന്തം പറഞ്ഞു. അപ്പം ഒരുപാട് എന്തായാലും ഇപ്പൊ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാരും സേഫ് ആയിട്ടിരിക്കുക. കൊറോണയാണ്, കൂട്ടമൊന്നും ഉണ്ടാക്കണ്ട. രണ്ടാം തരംഗം, മൂന്നാം തരംഗം. ഞങ്ങളെ പോലെ ഞങ്ങളിപ്പോ വീഡിയോ ഇല്ലെങ്കിലും വീട്ടിൽ തന്നെ അടച്ചുകുത്തിയിരിപ്പാണ്. കാരണം കൊറോണ ഞങ്ങൾ പരത്താനും ആഗ്രഹിക്കുന്നില്ല, കൊറോണ ഇങ്ങോട്ട് കയറ്റാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ച് ജീവിക്കുക എല്ലാരും, ഞങ്ങളും. അപ്പൊ പുതിയ കിടലും വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ കൊടുത്ത് ബൈ.